സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം അടയാളപ്പെടുത്തണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിത ചരിത്രങ്ങളായിരുന്നു ഈദുൽ അദ്ഹ ആഘോഷിച്ച നാം ഖുത്ബകളിൽ കൂടിയും അല്ലാതെയും ശ്രവിച്ചത്. ആ ഈദുൽ അദ്ഹയുടെ പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമായ ഉദ്ഹിയ്യത്ത്, അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ കൂടിയുള്ള വർത്തമാനങ്ങൾ നാം കേട്ടതാണ്. പുരോഗമന പ്രസ്ഥാനമെന്ന് പറയുന്നവർ പോലും അതിനെ നഖശികാന്തം എതിർത്തുകൊണ്ട് കാരുണ്യമില്ലാത്ത ഒരു മതമാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളും അക്ഷരങ്ങളും നാം പരിചയപ്പെട്ടതാണ്. ഒരു സ്വന്തം മകനെ ബലിയറുക്കുന്ന മതമാണോ ഇസ്ലാം എന്നിവരെ ചോദിക്കുവാനായിട്ട് ധിക്കാരം കാണിച്ചവർ മതനിഷേധികളായിരുന്നു. വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളോട് പറഞ്ഞതാണ് നാം ജീവിതത്തിൽ അനുധാവനം ചെയ്തത്. അത് ഇലാഹായ റബ്ബിൻ്റെ ഒരു കൽപ്പനയാണ് ഖലീലുള്ളയോട്. ആറ്റുനോറ്റുണ്ടായ ഒരു മകനെ ബലിയറുക്കണമെന്ന് പറയുമ്പോഴുള്ള ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ അള്ളാഹുവിന് പരീക്ഷിച്ചറിയണം. അവിടെയെല്ലാം സമ്പൂർണമായി വിജയം വരിച്ച ഒരു പ്രവാചകന്റെ സ്മരണകളാണ് നാം അയവിറക്കിയത് ഈദുൽ അദ്ഹയിൽ കൂടി. ഒരു പിതാവും മകനും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം എന്താണെന്നും ഈ സമൂഹത്തെയും സമുദായത്തെയും പഠിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടിയായിരുന്നു ആ ഉദ്ഹിയ്യത്ത്. ആറ്റുനോറ്റുണ്ടായ ആ മകനെ ബലിയർപ്പിക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി അറുക്കുവാനായി പോകുന്ന ആ സമയത്ത് മകൻ ആ പിതാവിനോട് പറയുന്നതും നാം മനസ്സിലാക്കുകയുണ്ടായി. പൊന്നുവാപ്പ, ഇഫ്അൽ, അങ്ങ് പ്രവർത്തിച്ചു കൊള്ളുക, മാതു ഉമർ, അങ്ങയോട് എന്താണോ റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ, ക്ഷമിക്കുന്ന ഒരു അടിമയായി അങ്ങേക്ക് കാണുവാൻ സാധിക്കും വാപ്പ, അള്ളാഹുവിൻ്റെ ഇച്ഛയോടുകൂടി. ഒരു വിശ്വാസിയുടെ നിലപാടതായിരിക്കണം. ഈദുൽ അദ്ഹയിൽ കൂടി നാം എന്താണ് നേടിയത് വിശ്വാസികളെ? ഒരുപാട് ഈദുൽ അദ്ഹയ്ക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഈദുൽ അദ്ഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദേഹേച്ഛയ്ക്കെതിരെയുള്ള ആ പോരാട്ടത്തിന് നമ്മുടെ ജീവിതം സാക്ഷിയാണോ എന്നാണ് ഈ ഈദുൽ അദ്ഹയ്ക്ക് ശേഷമുള്ള ഇന്നത്തെ ഖുത്ബയിൽ കൂടി നാം മനസ്സിലാക്കുന്നത്. പരസ്പരം അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെ മകനെന്നോ മക്കളെന്നോ കുടുംബമെന്നോ കൂട്ടുകാരെന്നോ നാട്ടുകാരെന്നോ എന്നുള്ള പരിഗണന അള്ളാഹുവിൻ്റെ ഖലീൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വിശ്വാസികളോട് പഠിപ്പിക്കുന്നതിൻ്റെയും താല്പര്യം. അള്ളാഹുവും അവൻ്റെ റസൂലും ഒരു കാര്യം നിങ്ങൾക്ക് കൽപ്പിച്ച് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞാൽ സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജാ, നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമവും തോന്നരുത്. അതാണ് ഈദുൽ അദ്ഹ നമുക്ക് നൽകിയ സന്ദേശം. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സന്ദേശവും അത് തന്നെയാണ്. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചു, അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു, പിന്നെ നമ്മുടെ മനസ്സിൽ ഒരു വിഷമവും നേരിടരുത്, ഒരു മനക്കുത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത്. അതാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 15-ാമത്തെ ആയത്തിൽ കൂടിയും റബ്ബുൽ ഇസ്സത്ത് ആവർത്തിക്കുന്നത്. സുമ്മ ലം യർതാബു, ഒരു വിഷമവും തോന്നരുത്.
ഒരു സംശയവും തോന്നരുത്. അള്ളാഹു പഠിപ്പിച്ചോ സമഇനാ വ അത്വഇനാ. ഒരു വിശ്വാസിയുടെ നിലപാടായിരിക്കണം. അള്ളാഹുവിന്റെ കൽപ്പന മനസ്സിലാക്കിയിട്ടും പ്രവാചകരുടെ കൽപ്പന മനസ്സിലാക്കിയിട്ടും മനസ്സിൽ സംശയം തോന്നുന്നവരുടെ ഒരു അവസ്ഥ അതേ അധ്യായത്തിലെ 14-ാമത്തെ ആയത്തിൽ റബ്ബുൽ ഇസ്സത്ത് വിശദീകരിക്കുകയാണ്. വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഞങ്ങൾ മുസ്ലിംകളാണെന്നൊക്കെ പറയും, ഞങ്ങൾ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചു എന്ന് പറയുന്ന ചില വിഭാഗമുണ്ട്. കേട്ടോ റസൂലേ, അവരുടെ പ്രത്യേകത വിശ്വാസം അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അവരുടെ കൽബുകളിലേക്ക് ഇറങ്ങാത്തവരാണ്. അള്ളാഹുവിന്റെ ഒരു കൽപ്പന കേട്ടാൽ, അള്ളാഹിന്റെ റസൂലിന്റെ ഒരു കൽപ്പന കേട്ടാൽ ഒരു സംശയം അവർക്കുണ്ടാവുക, ഒരു മനക്കുത്തും മനോവ്യഥയും അവർക്കുണ്ടാവുക എന്നുള്ളതിന്റെ താല്പര്യം എന്താണ്? ഈമാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില കപടവിശ്വാസികളുടെ സ്വഭാവം സൂറത്തു തൗബയിലെ വ്യത്യസ്തമായ ആയത്തുകളിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിലുള്ളവർക്ക് മാത്രമല്ല ബാധകം. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച പലരെ കുറിച്ചും അള്ളാഹിന്റെ റസൂൽ അറിയുന്നത് അള്ളാഹ് വഹയിൽ കൂടി അറിയിച്ചു കൊടുക്കുമ്പോഴാണ്. അല്ലാതെ മനസ്സകം വായിക്കുവാനുള്ള പ്രത്യേകമായ ഒരു കഴിവ് അള്ളാഹു പ്രവാചകന് പോലെ നൽകിയിട്ടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയിക്കും, റസൂലേ അവൻ മുനാഫിഖാണ്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, അവൻ പല കുറുക്ക് വഴികളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അള്ളാന്റെ ആയത്ത് കിട്ടുമ്പോഴാണ് പ്രവാചകർ പോലും മനസ്സിലാക്കുന്നത്. കാരണം എന്താ? മനസ്സകം അറിയുന്ന ഒരു കഴിവ് അള്ളാഹു അമ്പിയാക്കന്മാർക്ക് പോലും കൊടുത്തിട്ടില്ല എന്നാണ് ആയത്തുകളിൽ കൂടെ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ, ചില കപടവിശ്വാസികളുടെ ഒരു സ്വഭാവം സൂറത്തു തൗബയുടെ 98-ാമത്തെ ആയത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ്. വമിനൽ അഅറാബ്, അഅറാബികളിൽപ്പെട്ട ചില ആൾക്കാർ മൻ യത്തഖദു മാ യുൻഫിഖു മഗ്റമാ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തെങ്കിലും ചെലവാക്കുവാനുള്ള കൽപ്പന വന്നു കഴിഞ്ഞാൽ അവർ ഒരു നഷ്ടമായി കണക്കാക്കുമെന്നാണ്. അള്ളാഹിന്റെ കൂടെ ജീവിക്കുന്നവരെ കുറിച്ചായി ആയത്ത്. അള്ളാന്റെ കൂടെ നമസ്കരിക്കും, അള്ളാന്റെ റസൂലിന്റെ കൂടെ നമസ്കരിക്കും, അള്ളാന്റെ റസൂലിന്റെ കൂടെ വ്യാപാരങ്ങളിൽ പങ്കെടുക്കുന്നവരാണ്, മറ്റുള്ള ഇടപാടുകളിലും പങ്കെടുക്കുന്നവരാണ്. പക്ഷെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനായിട്ട് ഒരു കൽപ്പന അവരെ കൂടി അല്ലാഹു തആല അറിയിച്ചു കഴിഞ്ഞാൽ അവരിതാ ഇത് നഷ്ടക്കച്ചവടമാണല്ലോ, ഇത് നമ്മുടെ സമ്പത്തിൽ നിന്നും കുറവ് വരുന്നതാണല്ലോ, ഇത് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്. അതാണ് നാം ഈ ഈദുൽ അദ്ഹയിൽ പോലും നാം കണ്ടത്. നിങ്ങൾക്ക് സാമ്പത്തിക ശേഷി ഉണ്ട് എങ്കിൽ ഉദ്ഹിയ്യത്തിൽ പങ്കാളികളാകണം എന്നുള്ള അള്ളാന്റെ റസൂലിന്റെ ശക്തമായ താക്കീത്, അല്ലാത്തവർ നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് വരരുത് എന്നുള്ള കൽപ്പന പോലും കേട്ടിട്ടും എന്തുകൊണ്ട് അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുവാൻ നമ്മെക്കൊണ്ട് സാധിച്ചില്ല? അത് ഈ ആയത്തുമായി ബന്ധമുണ്ട്. അവർ നഷ്ടക്കച്ചവടമാണെന്ന് അവർ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ ഒരു കാര്യത്തിന് വേണ്ടി ചെലവാക്കണമെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ദീനിന്റെ കാര്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ന്യായങ്ങൾ പറയുകയാണ്. ഇത് ചില മുനാഫിക്കുകൾക്കും ഉണ്ടായിരുന്നതാണ്. സക്കാത്തിൽ നിന്നും വിഹിതം സ്വീകരിക്കുക പ്രവാചക എന്നുള്ള കൽപ്പന കേട്ടുകൊണ്ട് ചില സ്വഹാബികൾ ചിലരെ സമീപിച്ചപ്പോഴേക്കും അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ അധ്വാനിച്ചതാണ്, എന്തൊരു നികുതിയാണിത്, ഇങ്ങനെയാണോ നികുതി പിരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നത് പ്രവാചകരുടെ കൂടെ നമസ്കരിച്ചവരാണ്. അവിടെയാണ് ഈ ആയത്ത് കൃത്യമായി വിശ്വാസികളെ ഉൾബുദ്ധരാക്കേണ്ടത്. അള്ളാഹുവിന്റെ ധനം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. അവർക്കാണ് ശക്തമായ താക്കീത്. അവരുടെ ഒരു നിലപാട്, അവർ മറ്റുള്ളവരെ കുറിച്ച് പറയും, ഇവർക്ക് എന്തെങ്കിലും എന്റെ സാമ്പത്തിക സഹായമില്ല എങ്കിൽ ഞാനൊന്ന് കാണട്ടെ ഇവരെങ്ങനെ മുന്നോട്ട് പോകുമെന്ന്. ഇത് മുനാഫിക്കുകളുടെ സ്വഭാവമെന്ന് ഖുർആൻ പറയുകയാണ്. അള്ളാഹുവിന്റെ റസൂലിനെയും സ്വഹാബികളെയും കളിയാക്കിക്കൊണ്ട് മുനാഫിക്കുകൾ പറയുമായിരുന്നു, ഇവർ മുന്നോട്ട് പോകുന്നതൊന്ന് കാണണം.
മാസവരി കൊടുക്കാതെ ഇവരെങ്ങനെയാണ് സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇന്നുമുണ്ട് ആൾക്കാർ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഒരു മസ്ജിദിന്റെ സഹായത്തിന് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ മാനുഷികമായിട്ടുള്ള സ്ഖലിതങ്ങൾ വരുമ്പോഴേക്കും ആ ധർമ്മത്തെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അവൻ പറയുകയാ, എനിക്കൊന്ന് കാണണം ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന്. അള്ളാന്റെ ദീനിനോടാണ് അവർ കളി. അള്ളാഹു പറയുന്ന മറുപടി ഉണ്ടോ? സത്യവിശ്വാസികൾക്ക് വല്ല ആപത്തും വരുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അലൈഹിം ദായിറത്തു സൗ, അവർക്കാണ് ആപത്ത് സംഭവിക്കുക. അള്ളാന്റെ ദീനിന് ഒരു ഇല്ല. അത് ഖിയാമത്ത് നാൾ വരെയും പലരിൽ കൂടിയുള്ള സഹായം കൊണ്ട് ആ സ്ഥാപനവും ദീനും നിലനിൽക്കുക തന്നെ ചെയ്യും. അവർക്ക് നേരത്തെ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഉൾക്കൊണ്ടതുപോലെ വിശ്വാസം അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ജൂതന്മാരെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ ഒരു പരാമർശമുണ്ട്. വേദഗ്രന്ഥത്തിൽ ചിലതിനെ അവർ അംഗീകരിക്കും, ചിലതിനെ അവർ നിഷേധിക്കും. അത് ജൂതന്മാർക്കുള്ളതല്ലേ എന്നൊന്നും നമുക്ക് ആശ്വാസപ്പെടേണ്ട, അത് വിശ്വാസികളിലുമുണ്ട്. അപ്പൊ വിശുദ്ധ ഖുർആനിലെ എത്രയോ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നു. ചിലത് സ്വീകരിക്കുന്നു, ചിലത് തള്ളിക്കളയുന്നു. അത് വേണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഒരുപാട് പ്രയാസങ്ങളും ഭീഷണികളും ഉണ്ടാകും. തൗഹീദിനെ കുറിച്ച് എല്ലാവർക്കും വാചാലമായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നവരാണ്. ജീവിതത്തിൽ എന്തു തന്നെ പ്രയാസങ്ങൾ വന്നാലും തലകുനിക്കില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്ത വിശ്വാസികൾ, മുവഹിദുകൾ. എന്നാൽ മറ്റു ചില നിയമങ്ങൾ വരുമ്പോഴേക്കും അവർ കാണാതെ പോവുകയാണ്. അതാണ് ഈ ആയത്തിൽ അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബ്, കിതാബിലെ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്നു, വതകഫുറൂന ബിബഅദ്, ചിലതരാകട്ടെ അവർ അവിശ്വാസികളായി മാറുകയാണ്. അത്തരക്കാരോടാണ് വിശുദ്ധ ഖുർആനിന്റെ താല്പര്യം. ഇങ്ങനെ അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ചിലർ ഉണ്ടായിരുന്നുവെന്നാണ്, നബിയുടെ കൂടെ ജീവിച്ചവർ. അവരെ വിളിച്ചുകൊണ്ട് റബ്ബുൽ ആലമീൻ പറയുകയാണ്, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണം. പരിപൂർണമായും നിങ്ങൾ ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണം. നിങ്ങൾക്ക് കൊള്ളാവുന്നത് ചിലത് സ്വീകരിക്കുകയും പറ്റാത്തത് അവഗണിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇസ്ലാം മതത്തിൽ ചേർന്ന പണിയല്ല. വിശ്വാസികളാണെങ്കിൽ നമ്മളൊക്കെ മുസ്ലിംകളാണെന്ന് അഭിമാനിക്കുന്നവരാണല്ലോ. എന്താണ് മുസ്ലിം? സമർപ്പിച്ചവനാണ്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏട്. അള്ളാന്റെ കൽപ്പനക്ക് സ്വന്തം മകനെതിരായിട്ടാണ് വന്നതെങ്കിൽ പോലും അതിന് അള്ളാഹുവിന്റെ കൽപ്പനക്ക് തലകുനിച്ചു കൊടുക്കുക. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷണം. വിശ്വാസികളെ സമർപ്പണം എന്ന് പറയുന്നത് ഒരു ആത്മനിർവൃതി ഉണ്ടാകണം, ഒരു ആത്മസംതൃപ്തി ഉണ്ടാകണം. നാട്ടുകാരുടെ കുത്തുവാക്കുകൾ കേട്ടാലും നമ്മുടെ മനസ്സുകളിൽ ഒരു നിർവൃതി ഉണ്ടാകും. അല്ലാഹുവേ, നിന്റെ പ്രീതിക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഈ കുത്തുവാക്കുകൾ കേൾക്കുന്നത്. നാം ഇഷ്ടപ്പെടുന്നത് എന്തായാലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയ്ക്ക് വിരുദ്ധമാണോ ഒഴിവാക്കണം. അതിനെ വേണ്ട എന്ന് പറയുവാനുള്ള ആ ഒരു തലത്തിലേക്ക് ഉയരുന്നവനാണ് ഇബ്രാഹിം മില്ലത്ത്. അതുകൊണ്ടാണ് സൂറത്തു തൗബയുടെ 24-ാമത്തെ ആയത്തിൽ ഹൃദ്യസ്ഥമാണ് നമുക്ക്, ഖുൽ, നബിയെ പറയുക, അവരോട് പറയുക, ചിലത് സ്വീകരിക്കുകയും ചിലത് മക്കൾക്കെതിരാകുമ്പോഴേക്കും അതിനെ മൗനം പാലിക്കുക, വീട്ടുകാർക്കെതിരാകുമ്പോഴേക്കും ഒന്ന് മൗനം പാലിക്കുക, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർക്കെതിരാകുമ്പോഴേക്കും അവിടെ സുക്കൂത്താവുക. ഇത്തരം ആൾക്കാർ നബിയുടെ കാലഘട്ടത്തും ഉണ്ടായിരുന്നു. അവിടെയാണ് വിശുദ്ധ ഖുർആൻ ആയത്തുകൾ കൊണ്ട് അവരെ സംസ്കരിച്ചെടുത്തത്. ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറതുക്കും വഅംവാലുൻ ഖതറത്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൗനഹാ. നിങ്ങളുടെ സ്വന്തം പിതാക്കൾ, സഹോദരങ്ങൾ, ഇണകൾ, ബന്ധുക്കൾ സമ്പാദിച്ച സ്വത്തുക്കൾ നഷ്ടം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന കച്ചവടങ്ങൾ തൃപ്തിയുണ്ടാക്കുന്ന
കിടക്കുന്ന നിങ്ങളുടെ വീടുകൾ അള്ളാഹുവിനും അവന്റെ റസൂലിനും ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനും പ്രിയപ്പെട്ടത് അതാകരുത്. ഈ മൂന്നാകണം ഏറ്റവും പ്രിയപ്പെട്ടത്. അള്ളയാകണം, അള്ളാന്റെ റസൂലാകണം, ദീനിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതാകണം. ഇല്ലെങ്കിലോ റബ്ബിന്റെ താക്കീതാണ്, ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി. അള്ളാന്റെ കൽപ്പന വരുന്നത് വരെ നിങ്ങൾ കാത്തുകൊള്ളണം. ഗുണകാംക്ഷയോടുകൂടി വിശ്വാസികളെ നമുക്ക് പറയുവാനുള്ളതും അതാണ്. മക്കളിൽ നിന്നും ഒരു തിന്മ കണ്ടാൽ ഗുണകാംക്ഷയോടുകൂടി, അത് പ്രവാചകന്മാരുടെ മാതൃകയാണ്. മോനെ നരകം സ്പർശിക്കും, മോളെ നരകം സ്പർശിക്കും. ഈ വസ്ത്രം നരകത്തിലേക്കുള്ള അടയാളമാണ്, ഈ വസ്ത്രം തിന്മയിലേക്കുള്ള അടയാളമാണ് മോനെ മോളെ. പറയുവാനുള്ള ഒരു മാനസികാവസ്ഥ ഇബ്രാഹിമി മില്ലത്തിൽ നിന്നും നാം നേടിയെടുക്കേണ്ടതാണ്. ഗുണകാംക്ഷയോടുകൂടിയുള്ള ആ ഒരു ഉപദേശം. മോനെ ഞാൻ ഭയപ്പെടുകയാണ്, നിന്നെ നരകം സ്പർശിക്കുമെന്ന്. ഇത് അള്ളാഹുവിനോടുള്ള കടപ്പാടാണ് വിശ്വാസികളെ. പൂർണ്ണമായും സമർപ്പിച്ചവനാണ് മുസ്ലിം. പലർക്കും ഇന്ന് ദേഹേച്ഛകളോടുള്ള വല്ലാത്ത ഒരു ഇഷ്ടം, പലതും മാറ്റുകയാണ്. ചിലത് മാറ്റാൻ കഴിയാത്തതുമായിട്ട് നമ്മുടെ ജീവിതത്തെ അടയാളപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ ഏറ്റവും വഴിപിഴച്ച ഒന്ന് രണ്ട് വിഭാഗത്തെ കുറിച്ച് റബ്ബുൽ ആലമീൻ പറയുകയാണ്. ഒന്ന്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ ഏറ്റവും വഴിപിഴച്ചവർ. പിന്നെയൊന്നു സൂറത്തുൽ ഖസസിലെ 50-ാമത്തെ ആയത്തിൽ കാണാം, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഉ ബിഗൈരി ഹുദം മിനല്ലാഹ്. അല്ലാഹുവിന്റെ ഒരു മാർഗദർശനമില്ലാതെ സ്വന്തത്തെ തന്നിഷ്ടത്തെ സ്വീകരിക്കുന്നവൻ, ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പ്രമാണം കിട്ടാതെ സ്വദേഹത്തെ സ്വന്തം ഇച്ഛകളെ പിന്തുടരുന്നവൻ, അവനേക്കാളും വഴിപിഴച്ചവൻ ആരുണ്ട്? വിശ്വാസികളെ, ഇത് നമ്മോട് റബ്ബുൽ ആലമീൻ ചോദിക്കുകയാണ്. നമ്മോടാണ്, എന്നോടും നിങ്ങളോടും റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മനസ്സിലാക്കിയ നാം നാട്ടുകാർക്ക് വേണ്ടി അത് ഒഴിവാക്കുകയാണ്. അത് ഇബ്രാഹിമി മില്ലത്തിന്റെ മാർഗമല്ല. പിതാവിനെതിരെ പോരാടിയ ഒരു പ്രവാചകനാണ്, രാജാവിനെതിരെ പോരാടിയ ഒരു പ്രവാചകനാണ്. അള്ളാഹുവിന്റെ സഹായം ആത്യന്തികമായി ലഭിച്ചുവെന്ന് ഇബ്രാഹിമി മില്ലത്തിന്റെ ചരിത്രം പറയുന്ന പഠിച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സ്വദേഹത്തിന്റെ ഇച്ഛകളെ മാറ്റുക സഹോദരങ്ങളെ, റബ്ബിന്റെ ഇച്ഛകളെ സ്വീകരിക്കുക. പരലോകത്തെ ഭയന്നുകൊണ്ട് അള്ളാന്റെ മുന്നിൽ നിൽക്കണം. അവന്റെ വിചാരണയെ ഭയപ്പെടുന്ന വിശ്വാസികളുടെ ഒരു വ്യതിരിക്തത സ്വന്തം ശരീരത്തെ തന്നിഷ്ടത്തിൽ നിന്നും വിലക്കുമെന്നാണ് അവർ. എന്തുകൊണ്ട്? റബ്ബിന്റെ വിചാരണയെ ഭയപ്പെടുന്നു എന്നുള്ള ഒരൊറ്റ കാരണമാണ്. അങ്ങനെ ഒരു വിചാരണ ഇല്ല എങ്കിൽ ജോസഫിനെയും മാധവനെയും പോലെ നമുക്ക് ജീവിക്കാം സഹോദരങ്ങളെ. സ്വർഗം, ഈ ദുനിയാവ് എന്ന് പറയുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജയിലാണെന്ന് പഠിച്ചവരാണ് നാം. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. അവിശ്വാസികൾക്ക് ഒരു സ്വർഗമാണ്. വിശ്വാസികൾക്ക് ഈ ദുനിയാവ് ഒരു ജയിലാണ്. തന്നിഷ്ടപ്രകാരം ജീവിക്കുവാൻ കഴിയുകയില്ല. എല്ലാറ്റിനും ഒരു പരിധിയുണ്ട്, പരിമിതിയുണ്ട്. അതാണ് ഈ ആയത്തിൽ കൂടി റബ്ബുൽ ഇസ്സത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ നോക്കൂ, നാം ജീവിക്കുന്ന ഈ നാട്ടിൽ ചുറ്റുപാടുകളിൽ എന്തെല്ലാം അനിസ്ലാമികത വളർന്നുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം തിന്മകൾ അറിഞ്ഞുകൊണ്ട് നാം പങ്കെടുക്കുന്നില്ലേ? സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കാത്ത പരിശുദ്ധമായ ഒരു മതമാണ് മഹർ കൊടുത്തുകൊണ്ട് പെണ്ണിനെ സ്വീകരിക്കുക. ഒരു കാലഘട്ടത്ത് മുജാഹിദ് പ്രസ്ഥാനം എന്തുമാത്രം ആത്മാർത്ഥമായി ആ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ മാത്രം പ്രബോധനം നടത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ബിസ്മി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഘടന തന്നെ ഉണ്ടായിരുന്നു. സ്ത്രീധനരഹിതമായിട്ടുള്ള വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, സ്ത്രീധനത്തെ പ്രോത്സാഹിപ്പിക്കാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ ഇന്നു എല്ലാം ലഘൂകരിക്കുകയാണ്. സ്ത്രീധന കല്യാണം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിതന്റെ കല്യാണത്തിൽ പങ്കെടുത്തുകൊണ്ട്
വലീമത്തില്ലാത്ത ആ ഭക്ഷണം കഴിക്കുക എന്തുമാത്രം ദുഷിച്ച സമ്പ്രദായമാണ് വിശ്വാസികളെ. ദേഹേച്ഛയെ പിന്തുടരുകയാണവൻ. ഇപ്പൊ മരണ വീട്ടിൽ തന്നെ എന്തെല്ലാം വിദ്അത്തുകളും അനാചാരങ്ങളും നടക്കുന്നു. നമ്മുടെ ദേഹേച്ഛ മൂത്തമ്മയല്ലേ, വാപ്പയല്ലേ, ഉമ്മുമ്മയല്ലേ, കുട്ടിയാപ്പയല്ലേ, അവിടെ പോയിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ബിദ്അത്തിൽ ഒന്ന് കലരുക ദേഹേച്ഛയാണ് വിശ്വാസികളെ. അല്ലാഹുവും അവന്റെ റസൂലും യുദ്ധം പ്രഖ്യാപിച്ച ഒരു വിഭാഗമാണ് പലിശയുമായി ബന്ധപ്പെടുന്നവൻ. കൊടുക്കുന്നവരും വാങ്ങുന്നവരും എഴുതുന്നവനും സാക്ഷിയാകുന്നവനും അല്ലാഹു തആല യുദ്ധം പ്രഖ്യാപിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ കച്ചവടത്തിന് വേണ്ടി, ഒരു വാഹനം മേടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഇതില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ലേ സഹോദരങ്ങളെ? എല്ലാം ലാഘവമായി കണ്ടുകൊണ്ട് തന്നിഷ്ടത്തെ സ്വീകരിക്കുന്ന എത്രയോ മുവഹിദുകൾ. ഇത് എന്നെ കുറ്റം പറയുകയാണ്, നിങ്ങളെ അല്ല സഹോദരങ്ങളെ, സ്വന്തത്തെ കുറ്റപ്പെടുത്തുകയാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. വിവാഹ ആഘോഷങ്ങൾക്ക് എന്തെല്ലാം അനിസ്ലാമികത കൈവരുന്ന ഒരു ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. പെൺകുട്ടികൾക്ക് പ്രായമാവുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അതൊരു പെൺകുട്ടിയാണെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു തർത്തീബാണത്. അതിനെ ചൊല്ലി എന്തെല്ലാം മാമൂലുകൾ നമ്മുടെ നാട്ടിൽ. അതിന് കഞ്ഞി വെച്ചു കൊടുക്കുക, അതിനെ വിളമ്പുക, അവിടെ പോയി ഒരു ആഘോഷമാക്കുക, മഞ്ഞക്കല്യാണം നടത്തുക. വിശ്വാസികളെ ഇതെല്ലാം തന്നിഷ്ടം സ്വീകരിച്ചതുകൊണ്ടാണ്. ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിച്ചത്. നാം ഈ ആയത്തിൽ കേട്ടത്, പ്രമാണങ്ങളില്ലാതെ സ്വന്തം ദേഹേച്ഛകളെ പിൻപറ്റിയവനാണ് ഏറ്റവും വലിയ വഴിപിഴച്ചവൻ. അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് നമ്മുടെ ഹവായുമായി ഒത്തുവരണം. നമ്മുടെ ഇച്ഛയെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നതിനെ അനുധാവനം ചെയ്യലാണ്. അല്ല എങ്കിൽ അവൻ വിശ്വാസിയല്ല എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ഇബ്രാഹിമി മില്ലത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയുടെ ചരിത്രം കേൾക്കുക എന്നുള്ളത് ഒരു ആസ്വാദനത്തിന് വേണ്ടി മാത്രമാകരുത്, ജീവിതത്തിൽ അടയാളപ്പെടുത്തുകയും കൂടി വേണം. ഇപ്പൊ നോക്കൂ, സൂറത്തുൽ ഹജ്ജിലെ അവസാനത്തെ ആയത്ത്, 78 ആയത്തുകളാണ് അതിലുള്ളത്. അതിൽ 78ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്ന ഒരു വിശ്വാസികളോട് കൽപ്പനയാണ്, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. അല്ലാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യണം. ശരിയായ രീതിയിൽ നിങ്ങൾ ജിഹാദ് ചെയ്യണം. അല്ലാഹുവിന്റെ മാർഗത്തിൽ വാളെടുത്തുകൊണ്ടുള്ള ജിഹാദ് മാത്രമല്ല, അനിവാര്യമായ ഘട്ടങ്ങളിൽ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച അല്ലെങ്കിൽ ആ പ്രവാചകർ നേരിട്ട ജിഹാദ് മാത്രമല്ല ഇത്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ. അതാണ് ഏറ്റവും വലിയ ജിഹാദ്. സൂറത്തുൽ ഫുർഖാൻ 52ാമത്തെ ആയത്ത്. നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് ജിഹാദ് ചെയ്യണമെന്നാണ്. അവന്റെ തലക്കടിക്കലാണ് ഖുർആൻ കൊണ്ട് അല്ല. ഖുർആനിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ സ്വാംശീകരിക്കുകയും മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജിഹാദ്. വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല സഹോദരങ്ങളെ. ഒന്നാമത്തെ കൽപ്പന ഏതാണ്? ഹുവജ്തബാക്കും, നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഉത്തമ സമുദായമേ, നിങ്ങളെയാണ് അതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഈ ദീനിൽ ഒരു പ്രയാസമുള്ള കാര്യങ്ങളും അല്ലാഹു നിങ്ങളിൽ ആക്കിയിട്ടില്ല. മതകാര്യങ്ങളിൽ നിങ്ങളുടെ മേൽ പ്രയാസമുള്ള ഒരു കാര്യവും നോക്കൂ, എല്ലാവർക്കും സകാത്ത് കൊടുക്കണമെന്നുള്ള നിബന്ധന ഇസ്ലാമിലില്ലല്ലോ. എല്ലാവരും ഹജ്ജ് ചെയ്യണമെന്നുള്ള നിബന്ധന ഇസ്ലാമിലില്ലല്ലോ. അതെല്ലാറ്റിനും ഒരു ശുറൂത്തുകളുണ്ട്. നമസ്കാരം നിന്ന് തന്നെ നമസ്കരിക്കണം ഇല്ലല്ലോ. സാധിക്കുമെങ്കിൽ, ഇല്ല എങ്കിൽ ഇരുന്നു കൊണ്ട്, കിടന്നുകൊണ്ട്, മനസ്സുകൊണ്ട്, ആംഗ്യം കൊണ്ട്, എന്തെല്ലാം ലളിതമായ രീതിയിൽ അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു. മില്ലത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരണം. മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലും ഈ ഖുർആനിലും നിങ്ങൾക്കുള്ള പേര് മുസ്ലിം എന്നാണ്. നിങ്ങൾക്കുള്ള പേര് മുസ്ലിം എന്നാണ്. എന്താണ് മുസ്ലിം?
അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പൂർണ്ണമായും സമർപ്പിച്ചവനെന്നാണ്. നീ മുസ്ലിമാവുക ഇബ്രാഹിം, പൂർണ്ണമായും ഒന്നിനെ പോലും ഒഴിവാക്കാതെ അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചോ അത് ജീവിതത്തിൽ സ്വാധീനിക്കുകയും അത് അടയാളപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതാണ് മുസ്ലിം. ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും, അള്ളാന്റെ റസൂല് നിങ്ങൾക്ക് സാക്ഷിയാണ്. വതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നിങ്ങൾ സാക്ഷിയാകണം. സാധിക്കുമോ സഹോദരങ്ങളെ? ഒരു മാധവന്, ജോസഫിന് നമ്മൾ സാക്ഷിയാകുമോ? മറ്റുള്ള മുസ്ലിംകൾക്ക് നമ്മൾ സാക്ഷിയാകുവാൻ നമ്മുടെ ജീവിതം ഇത്രമാത്രം ഉയർന്നതാണോ എന്നുള്ള ചോദ്യമാണ് ഇബ്രാഹിമി മില്ലത്തിൽ കൂടി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അള്ളാന്റെ റസൂല് പൊട്ടിക്കരഞ്ഞ ഒരു ആയത്താണ് സൂറത്തുൻ നിസായിലെ 43-ാമത്തത്. നാം കേട്ടു പലവരും. അള്ളാന്റെ റസൂൽ ഒരു സഹാബിയോട് ഓതുവാൻ കൽപ്പിക്കുകയാണ്. നിർബന്ധിതാവസ്ഥയിൽ ആ സ്വഹാബി ഓതുകയാണ്. സൂറത്തുൻ നിസാ ഓതിക്കൊണ്ട് 43-ാമത്തെ ആയത്തിൽ വരുമ്പോഴേക്കും പൊട്ടിക്കരയുന്ന പ്രവാചകനെ കാണുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ. ഏതാണ് ഈ ആയത്ത്? പരലോകത്ത് പ്രവാചക, അങ്ങ് സാക്ഷിയാകുന്ന ഒരു ദിവസമുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത, തഹജ്ജുദ് നമസ്കാരം പോലും നിർബന്ധമായ പ്രവാചകന്മാർക്ക് അതിൽ പോലും വീഴ്ചകൾ വരാതെ നമസ്കാരത്തിൽ നമസ്കരിച്ച് കാലിൽ നീര് കെട്ടുന്നത് വരെ പ്രവാചകർ നമസ്കരിച്ചുവെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ നാളെ പരലോകത്ത് ഉമ്മത്തിന്റെ സാക്ഷിയായ പ്രവാചക, അങ്ങയെ ഞാൻ കൊണ്ടുവന്നാൽ താങ്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് കേൾക്കുമ്പോഴേക്കും കരയുന്ന ഒരു പ്രവാചകന്റെ ചരിത്രമാണ് വിശ്വാസികളെ. എങ്കിൽ നാം എത്ര വട്ടം കരയണം? നാം നമ്മുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നവർക്ക് നാം സാക്ഷിയാണോ? എത്രയെത്ര ബിഷപ്പ്മാർ, ഉന്നതരായ ഒരുപാട് ഉദ്യോഗസ്ഥർ ആഗോളതലത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമല്ല, പിന്നെയോ ചുറ്റുപാടും ജീവിക്കുന്നവരുടെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട്. എത്രയെത്ര ഉദാഹരണങ്ങൾ! അവർ ജീവിച്ചിരിക്കുന്ന ഖുർആനുകളാണ്. അള്ളാന്റെ റസൂലിന്റെ കൽപ്പനക്ക് ഘടകവിരുദ്ധമായ ഒരു ലെവലേശം അവരുടെ ജീവിതത്തിൽ ബാധിക്കുകയില്ല. ദേഹേച്ഛകൾ അവരെ പിന്തുടരുകയില്ല. വിശ്വാസികളുടെ ഒരു ക്വാളിറ്റിയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകണം. അഹമ്മദിനെ കണ്ടുകൊണ്ട് പറയണം ഒരു ജോസഫ്, ഇതാണ് ഇസ്ലാം. പറയുവാൻ സാധിക്കുമോ വിശ്വാസികളെ നമുക്ക്? മാധവനും അഹമ്മദും എന്ത് വ്യത്യാസമാണ്! എന്ത് വ്യത്യാസമാണ്! മുസ്ലിം എന്ന് മാത്രം പറയുന്നതല്ലാണ്ട് ജീവിതത്തിലെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടോ? ഇന്നനി മിനൽ മുസ്ലിമീൻ, അത് പറയുവാനുള്ള ആർജവം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് വിശ്വാസികളെ. വതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് നാം സാക്ഷിയാകണം നമ്മുടെ ജീവിത കർമ്മങ്ങൾ കൊണ്ട്. ഫഅഖീമുസ്സലാ, ഇബ്രാഹിമി മില്ലത്തിന്റെ വ്യതിരിക്തതയാണ് നമസ്കാരം നിലനിർത്തുന്നവർ. സകാത്ത് കൊടുത്ത് വീട്ടുന്നവർ. അള്ളാഹുവിന്റെ പാശം മുറുകെ പിടിക്കുന്നവർ. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷാധികാരി. ആര് ഭരണത്തിൽ വന്നാലും, ആരൊക്കെ ഭീഷണികൾ പെടുത്തിയാലും, വിശ്വാസികളുടെ യജമാനൻ അല്ലാഹ്. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ. സൂറത്തുൽ ഹജ്ജ് അവസാനിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവേ, നിന്നിലാണ് ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്, നിന്റെ സഹായമാണ് ആത്യന്തികമായിട്ടുള്ളത് എന്ന് പറയുന്ന ഒരു വിശ്വാസികളുടെ വ്യതിരിക്തത മറ്റാർക്കും ഉണ്ടാവുകയില്ല. അതാണ് മില്ലത്ത് ഇബ്രാഹിമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആശയവും ആദർശവും അതാണ് സഹോദരങ്ങളെ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ അന്തിമ ദൂതനാണ്, ഇനി ഒരു പ്രവാചകനില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ഈ പരിശുദ്ധമായ മതം നിലനിർത്തേണ്ടത് വിശ്വാസികളെ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മുടെ ആദർശം കണ്ടുകൊണ്ട്, നമ്മുടെ ഈ പ്രവർത്തനം ജീവിതത്തിൽ അടയാളപ്പെടുത്തലുകൾ കണ്ടുകൊണ്ടായിരിക്കണം ഇസ്ലാം മതത്തെ മനസ്സിലാക്കേണ്ടത്. ജീവിതം മുഴുവനും മുസ്ലിമാവുക എന്നുള്ളതാണ് ഇബ്രാഹിമി മില്ലത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യം.
ഇപ്പോൾ നമുക്കറിയുമല്ലോ, മുജാഹിദുകളെ സംബന്ധിച്ച് എല്ലാവരും, ശത്രുക്കൾ പോലും പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്താണ്? അവർ നല്ലവരാണ്, അവർ തിന്മകളിൽ പോവുകയില്ല, അവർ പറയുന്നത് ശരിയാണ്. അതിനു മുമ്പ് വരെയും തെമ്മാടിയായി ജീവിച്ച്, കള്ളുകുടിയനായി ജീവിച്ച്, താന്തോന്നിയായി ജീവിച്ച് അവൻ മുജാഹിദായതോടുകൂടി നോക്കൂ, അവൻ നമസ്കരിക്കുന്നു, അവൻ നോമ്പ് പിടിക്കുന്നു, മറ്റുള്ള ഷണ്ടകളിൽ കൂടുന്നില്ല, മറ്റുള്ള പ്രയാസകരമായിട്ടുള്ള സമൂഹത്തിൽ നടമാടുന്ന ഒരു തിന്മകളിലും അവൻ വിരാജിക്കുന്നില്ല എന്നൊക്കെ ശത്രുക്കൾ പറയുന്നത് എത്രയോ നാം സാക്ഷിയാണ് വിശ്വാസികൾ. എന്നാലും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴെങ്കിലും അതിന് സ്ഖലിതം നേരിടുന്നില്ലേ വിശ്വാസികളെ? നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കാത്തതാണെങ്കിൽ ഒഴിവാക്കുക സഹോദരങ്ങളെ. ഇതിനേക്കാളും ഒഴിവാക്കിയിട്ടാണല്ലോ നാം ഈ മുവഹിദിന്റെ ഈ കൂടാരത്തിൽ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം തിന്മകളുണ്ടായിരുന്നു, എന്തെല്ലാം അനിഷ്ടകരമായ കാര്യങ്ങൾ നാം ചെയ്തു. ഈ തൗഹീദിന്റെ വെള്ളി വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വന്നതോടുകൂടി അതിനെ എല്ലാറ്റിനെയും നാം ഒഴിവാക്കി. പിതാവ് പറയുന്നത്, ഉമ്മ പറയുന്നത്, വേണ്ടപ്പെട്ടവർ പറയുന്നത്, മഹല്ല് പറയുന്നത്, എന്തുകൊണ്ട്? നമുക്ക് ആണ് നമുക്ക് അടയാളം. അങ്ങനെയുള്ള നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികളെ, നാട്ടിൽ നടക്കുന്ന തിന്മകളിൽ രാജിയാവുക. നാട്ടിൽ നടക്കുന്ന പുണരേണ്ടവനല്ല മുസ്ലിം, അരുത് എന്ന് പറയണം. അവൻ, ജനങ്ങൾ മനസ്സിലാക്കണം, അവൻ മുജാഹിദാണ്. അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യം അവന്റെ വീട്ടിൽ കാണുകയില്ല, അവനതിൽ പങ്കെടുക്കുകയില്ല എന്ന് പറയുവാനുള്ള ആ ഒരു ഉന്നതമായ തലത്തിലേക്ക് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരണം. എങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിച്ച ഖൈറു ഉമ്മത്ത്, ഉത്തമ സമുദായത്തിന്റെ നിലപാടിലേക്ക് നമുക്ക് വളരുവാൻ സാധിക്കും. അള്ളാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.